ഹായ് ഫ്രണ്ട്സ്, ഇന്നേ ഒരു സ്പെഷ്യൽ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് പറയാവോ? ഇന്നൊരു സ്പെഷ്യൽ സാധനം. ഈ തൊപ്പി എന്താ വെച്ചതെന്ന് അറിയാമോ? ഇനി തൊപ്പി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ആര് കമൻറ്റ് ഇടണ്ട. ഇത് മുടിയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. മട്ടൻ കറിയാണ്. ഇതാ തിളച്ച് മറിയുന്ന മട്ടൻ കറി കണ്ടോ? ഇന്ന് മട്ടൻ കറി വെക്കാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ കുറച്ച് മട്ടൻ കറിയൊക്കെ വെക്കുവാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരിക, ഷെയറൊക്കെ തരിക. ചുമ്മാ ഒരു രസത്തിന് വെച്ചതാണ് കേട്ടോ. കണ്ടോ, തിളച്ച് മറിയുന്നുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ കണ്ടോ തിളച്ചു മറിയുന്നത്. എന്താന്ന് പറയാവോ? ദേ കണ്ടോ, ഇതെന്താന്ന് ഫുൾ വീഡിയോ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കറി വെക്കുന്നതിന് മുമ്പേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കറി വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് കൊതിപ്പിക്കാമെന്ന്. ഇത് മട്ടനാണ് മക്കളെ, മട്ടൻ. കണ്ടാ മട്ടൻ. ഇന്നേ കുറച്ച് മട്ടൻ കറി വെക്കാമെന്ന് വിചാരിച്ച്. കണ്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തിളച്ചു മറിയുന്നുണ്ട്. ഇത് താഴെ പോകുമോയെന്നറിയില്ല, ചട്ടിയിൽ നിറഞ്ഞ് പോകൂലെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടാ, മട്ടൻ കറി വേണ്ടവരൊക്കെ ഓടി വരൂ. അതിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഉരുളക്കിഴങ്ങിട്ട് മട്ടനാണ് കറി കേട്ടോ. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. മസാലയൊക്കെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ വഴറ്റും. എന്നിട്ട് മട്ടൻ മസാലയും കൂടെ കൂട്ടി ഇളക്കി, ഉള്ളിയൊക്കെ നല്ലോണം വഴരണം കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ആവണം. അങ്ങനെ ആക്കി കഴിഞ്ഞ് പിന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച്, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണേ തിളപ്പിച്ചെല്ലാം കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടാണ് നമ്മൾ തീയേൽ വെച്ചത്. കണ്ടോ മട്ടൻ്റെ കഷ്ണമൊക്കെ കണ്ടോ, നല്ല കഷ്ണങ്ങളാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ കമൻറ്റിൽ മെസ്സേജ് ഇട്ടേക്കാം കേട്ടോ. മട്ടൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന്. കണ്ടോ, നിറഞ്ഞു പോകൂല, നിറച്ചുണ്ട്. കണ്ടോ, നല്ല കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കറി റെഡി ആയിട്ടാകുമ്പോൾ കാണിക്കാം. തിളച്ചതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, തിളച്ച് മറിയും മട്ടൻ കറി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കമൻ്റ് ഇടണേ എല്ലാവരും. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക. മട്ടൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടുക. ഓ, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂലല്ലോ അല്ലേ, കാണാനല്ലേ പറ്റൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ തരിക, കമൻറ്റ് തരിക. ആരും സ്റ്റിക്കറൊന്നും ഇട്ടേക്കരുത് കേട്ടോ, കമൻറ്റ് തന്നെ തരണേ. ഉണ്ടോ, ഇതിനി തിളച്ചതേ ഉള്ളൂ. ഇത് കുറച്ച് കുറുകി കറി പാകമായി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ, കൊതിപ്പിക്കാൻ. അപ്പം നമ്മുടെ മട്ടൻ കറി ഇതാ ആവി പറക്കുന്നു. ഞാൻ മൂടി വെച്ചേക്കുമായിരുന്നു, ഇത് തുറന്നതാട്ടോ. ഇപ്പം വീഡിയോ എടുക്കാനും ഇത് രണ്ടും കൂടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട്. കണ്ടോ, നമ്മുടെ ചാറൊക്കെ നല്ല കുറുകി, മട്ടനൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓടി വരൂ നമ്മുടെ ഷാർജയിലെ മട്ടൻ കറി കഴിക്കാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് തൂവി കറി അങ്ങോട്ട് നമ്മൾ ഓഫാക്കും. കണ്ടാ, അപ്പോൾ അടിപൊളിയല്ലേ? തീയൊക്കെ ഓഫാക്കി കേട്ടോ. കണ്ടാ, ഇതാണ് മട്ടൻ കറി. കഴിക്കാൻ വരിക എല്ലാവരും. ആരും കൊതി വിട്ടേക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.